ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നൂറയെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് നൂറയോട് ചോദിക്കുന്ന സ്വന്തം മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുന്നു. അപ്പം നൂറ പറയുന്ന ഞാൻ നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും സംശയങ്ങളുള്ളത് ഞാൻ എൻ്റെ പാർട്ട്ണറിനോട് ചോദിക്കും, എൻ്റെ കൂട്ടുകാരോട് ചോദിക്കും. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്ന ഈ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനുമോളാണ് ബെസ്റ്റ് ഫ്രണ്ട്, അനുമോളോടാണ് എല്ലാം തുറന്ന് പറയുന്നതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഗെയിം നല്ല എഫർട്ട് എടുത്തിട്ടാണ് കളിക്കുന്നത്, പിന്നെ ചില സമയത്ത് ഞാനൊന്ന് ഡൗൺ ആകാറുണ്ട്, അത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റും എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ചോദിക്കുന്ന ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്ന എൻ്റെ അനിയനെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അവനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പിന്നെ വീട്ടുകാർ വരുമെന്ന് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ അവർ അത് വന്നില്ല, അവർക്ക് വരാനുള്ള മനസ്സില്ല. ഞാനൊരു മോളല്ലേ, അതവർ ചിന്തിക്കണ്ടേ, ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ബിഗ് ബോസിനോട് പറയുന്നത്. അപ്പം സഹോദരങ്ങൾക്ക് അവർ നെഗറ്റീവായിട്ടാണ് എന്നെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നെങ്കിലും ഞാൻ അവരെ കാണുമ്പോഴത്തേക്കും എൻ്റെ ഇതെല്ലാം മാറ്റും. പേരൻസ് അവർ എപ്പോഴും ഞങ്ങളെക്കുറിച്ച് എല്ലാവരോടും അങ്ങനെ പറയത്തുള്ളൂ. എന്തായാലും എത്ര വർഷം കഴിഞ്ഞാലും അനിയനെ കാണും. എന്നിട്ട് അനിയനോടായിട്ട് പറയുന്ന ഇത്താന്നാണ് എന്നെ വിളിക്കുന്നത്. ഇത്ത തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഒരാളെ സ്നേഹിച്ചതേ ഉള്ളൂ, വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് പറയുന്നു. അപ്പം ബിഗ് ബോസ് പറയുന്ന അധികം ടെൻഷനാവാതെ നല്ലപോലെ ഗെയിമിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കളിക്കാൻ പറയുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.